ഹലോ ഗൈസ്, നമുക്ക് ഈ കുറച്ച് പർച്ചേസിങ്ങിന് പോയാലോ? അങ്ങനെ ഞാൻ ആയിരമൊക്കെ കടന്ന് നേരെ പോയത് കൊല്ലത്തേക്കായിരുന്നു കേട്ടോ. അതിൽ ഒരൈറ്റം 1000 ഇല്ലായിരുന്നു. ഒരുപാട് അടുത്തൊക്കെ പോയി അന്വേഷിച്ചപ്പോൾ അവിടെ ഒന്നും ഇല്ല. പിന്നെ അവിടെ കൊല്ലത്ത് മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ എല്ലാം കൊല്ലത്ത് പോയി അങ്ങ് വാങ്ങി. നമുക്ക് പഠിക്കുന്നതിന് ആവശ്യമായ എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ പെട്ടെന്ന് തന്നെ ബില്ലൊക്കെ കൊടുത്തതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങി. എൻ്റെ ചാനലിൽ വീഡിയോ ഇടൽ കുറവാണ് കേട്ടോ. ഈ എക്സാമിൻ്റെ തിരക്കുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം എനിക്കിനി വീഡിയോ സ്ഥിരം ഇടണമെന്നാണ് ചെറിയൊരു ആഗ്രഹം. ഇങ്ങനെ കുറേ നാളുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എത്രമാത്രം സക്സസ് ആവുമെന്ന് എനിക്കറിയത്തില്ല. എന്തുവരെ നോക്കാം. ഏതെങ്കിലും ഒരു കാര്യം സ്ഥിരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്കറിയത്തില്ല. അത് ഞാൻ ചെയ്യത്തില്ല. എൻ്റെ സ്വഭാവത്തിലുള്ളതാണ്. ഇനി ഈ ചാനൽ എത്രമാത്രം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. എന്തുവരെ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ടാണ് ഞാൻ ഈ ചാനൽ എടുത്തത്. കൊണ്ടുപോകണം എന്നുള്ള ആഗ്രഹം കൊണ്ട് തന്നെയാണ് ഈ ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. നോക്കാം വഴിയെ എത്രമാത്രം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന്. അങ്ങനെ ഞാൻ ചിന്നക്കടയിൽ നിന്ന് നടന്ന് KSRTC ബസ് സ്റ്റാൻഡ് വരെ നടന്നാണ് പോയത് കേട്ടോ. എനിക്ക് നടക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ നടന്ന് പെട്ടെന്ന് തന്നെ അവിടെ എത്തി. മഴയൊന്നും ഇല്ലായിരുന്നു, നല്ല അന്തരീക്ഷമായിരുന്നു. ഞാൻ വീട്ടിൽ വന്നതിന് ശേഷമാണ് മഴയൊക്കെ പെയ്തത്. ബസ് അങ്ങനെ കിട്ടി. പ്രിയദർശിനി ബസ്സായിരുന്നു. അങ്ങനെ പ്രിയദർശിനി ബസ്സിൽ കയറി ഇരിക്കാൻ സീറ്റൊക്കെ കിട്ടിയിരുന്നു. എന്നാലും നല്ല തിരക്കുണ്ടായിരുന്നു. ഇതാണ് ഞങ്ങളുടെ KSRTC ബസ് സ്റ്റാൻഡ്, കൊല്ലം ജില്ലയിലെ. ഇതുപോലുള്ളൊരു ബസ് സ്റ്റാൻഡ് വേറെ ഏതെങ്കിലും ജില്ലയിലുണ്ടോയെന്ന് വെച്ചാൽ അറിയത്തില്ല. നല്ല വ്യൂ ആണ്. ഒരു സൈഡിൽ കായലും ഒരു സൈഡിൽ റോഡുമാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ. ഹൗസ് ബോട്ടുകളൊക്കെ കിടപ്പുണ്ട്. ഈ ബോട്ടുകളൊക്കെ യാത്രയ്ക്ക് ഇട്ടേക്കുവാണോയെന്ന് അറിയത്തില്ല. ഇത് കൊല്ലത്തെ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗമാണ്. ഹലോ ഗൈസ്, എൻ്റെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടാറ്റാ ബൈ ബൈ, സീ യു.